മലയാള സിനിമയിലെ അണിയറയ്ക്ക് പിന്നിലെ കഥ, അണിയറയിലെ പോലുമല്ല, അതിന് പിന്നിൽ നടക്കുന്ന കഥകളെ കുറിച്ചുള്ള വളരെ എന്താ പറയുക സെക്സും സ്റ്റണ്ടും ഒക്കെയുള്ള ഒരുതരം പൈങ്കിളി രൂപത്തിലുള്ള വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഹേമ കമ്മിറ്റി തന്നെ വന്നത് മലയാള സിനിമയിലെ ഒരു വിപ്ലവമായിരുന്നു എന്ന് പറയുന്ന ഒരാളാണ്. കാരണം ലോകത്തെവിടെയും, മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും തമിഴിലും എല്ലാ സ്ഥലത്തും ഈ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പുരുഷാധിപത്യ പണാധിപത്യ മേഖലയാണ് രാജ്യം മുഴുവൻ എന്ന് പറയാം, പ്രത്യേകിച്ചും സിനിമ. അവിടെ ഒരു ഡയറക്ടർക്ക്, നിർമ്മാതാവിന്, ഒരുപക്ഷെ നായക നടന് പോലും അവിടെ ഒരു നടിയെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അത് പ്രധാന നടിയാണെങ്കിലും സഹനടിയാണെങ്കിലും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അവിടെയുള്ള പദവി വളരെ വളരെ താഴ്ന്നതാണ്. അത് സാമ്പത്തികമായി മാത്രമല്ല, ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാറുകൾക്ക് കിട്ടുന്ന പൈസ ഇവിടുത്തെ ഒരു കൊമേഡിയന് കിട്ടുന്നതിനേക്കാൾ കുറവാണ്. അതാണ് സാധാരണ നമ്മുടെ നാട്ടിലൊരു സംഭവം. ഒരു പുരുഷ കൊമേഡിയന് കിട്ടുന്നതിനേക്കാൾ വളരെ കുറവായിരിക്കും ലേഡി സൂപ്പർ സ്റ്റാർ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സിനിമയുടെ മുഖം മുഴുവൻ എപ്പോഴും പുരുഷനെ, നായകനെ ആസ്പദമാക്കിയ, നമ്മൾ അങ്ങനെയാണ് പറയാം, മോഹൻലാൽ സിനിമ, മമ്മൂട്ടി സിനിമ, പൃഥ്വിരാജ് സിനിമ എന്ന് പറയും. മറ്റത്, ഒരു നടിയെ കേന്ദ്രീകരിച്ച് നമ്മൾ സിനിമ സാധാരണ പ്രേക്ഷകൻ പോലും ചോദിക്കാറില്ല. നടി ആരായാലും കുഴപ്പമില്ല, പ്രത്യേകിച്ചും പുതിയ കാലത്തെ സിനിമ. പഴയ കാലങ്ങളിൽ നമുക്കറിയാം, നടനും നടിക്കും നായകനും നായികയ്ക്കും ഏതാണ്ട് തുല്യ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാളത്തിൽ. ഇപ്പോൾ അതില്ല. നായക പ്രാധാന്യമുള്ള സിനിമകളിലേക്ക് പോവാണ്. കുറച്ച് ന്യൂ വേവുകാർ അല്ലാതെ എടുക്കുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുഖ്യധാര മലയാള സിനിമ ഇപ്പോഴും നായക പ്രാധാന്യമുള്ളത് അഥവാ പുരുഷ പ്രാധാന്യമുള്ളത്. രണ്ടാമത്, സിനിമ ഏറ്റവും വലിയൊരു ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടുക എന്നുള്ളത്. ഒരു ചിത്രത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഹീറോയുടെ ഡേറ്റ് നോക്കിയിട്ടാണ്. ഹീറോയുടെ ഡേറ്റ് കിട്ടിയാൽ പിന്നെ നമ്മൾ തിരക്കഥാകൃത്തിനെ അന്വേഷിക്കും, സംവിധായകനെ അന്വേഷിക്കും. അങ്ങനെയാണ്. കോൾ ഷീറ്റാണ് സിനിമയുടെ ഷെഡ്യൂൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ഹീറോ പറയും ഇന്ന ഹീറോയിൻ വേണം, അല്ലെങ്കിൽ ഇന്ന തിരക്കഥാകൃത്ത് വേണം, ഇന്ന ഫോട്ടോഗ്രാഫർ വേണം എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകുന്ന തരത്തിലാണ് മലയാള സിനിമ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടുകേൾവികളാണ്. അത് മാത്രമല്ല, സിനിമാ രംഗത്തേക്ക് എത്തുന്ന പെൺകുട്ടികളെ വല്ലാതെ ചൂഷണം ചെയ്യുന്നു, കാസ്റ്റിംഗ് കൗച്ച് തുടങ്ങിയ പ്രയോഗങ്ങൾ ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ പരാതികൾ ധാരാളമായി വരികയും സിനിമയിൽ വലിയ വിവേചനം ഉണ്ടാവുകയും ചെയ്തപ്പോൾ തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും നവോത്ഥാനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന, സാമൂഹ്യമായി മുന്നോട്ട് നിൽക്കുന്ന കേരളത്തിലെ ഒരു കൂട്ടം നടിമാർ, അവർ മുന്നോട്ട് വരികയും, നടിമാർ മാത്രമല്ല സിനിമയിലെ ടെക്നീഷ്യൻസ് അടക്കം സ്ത്രീകൾ മുന്നോട്ട് വരികയും WCC എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ WCC സിനിമാ നടിമാരുടെ ആ സംഘടന, അല്ലെങ്കിൽ സിനിമയിലെ പ്രവർത്തിക്കുന്നവരുടെ ഈ സംഘടന, അവരുടെ പരാതിയും അതിനിടയിലാണ് ലോകവ്യാപകമായി തന്നെ മീ ടു എന്ന് പറയുന്ന ഇടപാട് വന്നത്. അപ്പോൾ പല സ്ത്രീകൾക്കും മുമ്പ് ധൈര്യമില്ലാതിരുന്ന സ്ത്രീകളൊക്കെ ധൈര്യത്തോടു കൂടി വന്ന് എന്നെ ഇന്ന രീതിയിൽ പീഡിപ്പിച്ചു, ഇന്ന രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്നൊക്കെയുള്ള പരാതികളുമായി വരും. അതൊക്കെ പിന്നെ കുറെ അങ്ങ് പോയി. പക്ഷെ സിനിമ മേഖലയിൽ സംഘടിതമായ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും കേന്ദ്രത്തിൽ മാർക്കറ്റ് ഡ്രിവണായ ഒരു സംഗതിയിൽ ഇവർക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉന്നയിച്ചാൽ അവർക്ക് പിന്നെ സിനിമയിൽ ചാൻസ് കിട്ടില്ല. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ നിയോഗിച്ച് അത് പുറത്ത്, നമ്മൾ കണ്ട ഭാഗം പുറത്തു വന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഭാഗികമായി പുറത്തു വന്നപ്പോൾ എന്നേ പറയാൻ പറ്റും. അതിൽ കണ്ട ഭാഗത്ത് തന്നെ എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടുന്ന രീതിയിലാണ് സ്ത്രീകൾ അവിടെ പ്രവർത്തിക്കുന്നത് മിക്കപ്പോഴും എന്ന് പറയുന്നത്. ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും അവർക്ക് വേണ്ട രീതിയിലില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വസ്ത്രം മാറുക എന്ന് പറയുന്നത് ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പോലുമുള്ള സൗകര്യമില്ല. ഈ വലിയ കാരവനൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഇവരെ കയറ്റില്ല. നടിമാർ പോലും മറ്റ് സ്ത്രീകളെ അവരുടെ കാരവനിലെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കാറില്ല എന്നാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ടാമത്തേത് വളരെ ഗൗരവതരമായ കാര്യമാണ്. നടന്മാരും ഡയറക്ടർമാരും പ്രൊഡക്ഷൻ കൺട്രോൾമാരും അടക്കമുള്ള സംഘം, അവരാണല്ലോ ഇത് നിയന്ത്രിക്കുന്നത്. ആ സംഘം സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു.
അവർ പറഞ്ഞത് കേട്ടേ പറ്റൂ. അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ്, അങ്ങനെ പല വാക്കുകൾ അതിൽ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞതനുസരിച്ചില്ല എങ്കിൽ അവർക്ക് പിന്നെ സിനിമയിൽ ചാൻസ് ഇല്ല. സിനിമയിൽ ചാൻസ് ഇല്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ശാരീരികമായി പോലും കുഴപ്പം പറ്റും. അവർ തല്ലും. അവർക്ക് അതിനുള്ള എല്ലാ സ്വാധീനങ്ങളും ഉണ്ട്. കേരളത്തിൽ ഒരു നടി, പ്രമുഖയായ ഒരു നടി അതിക്രൂരമായി, നമ്മളിരുന്ന് സംസാരിക്കുന്ന തൃക്കാക്കരയുടെ അടുത്ത് വെച്ചിട്ടാണ് ആക്രമിക്കപ്പെട്ട് അത് വലിയ കേസായി. കേസ് ഇപ്പോൾ എവിടെ എത്തുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല, ഞാനൊരു പ്രതീക്ഷയില്ല. അതാണ് ഒരുപക്ഷെ ഇതിനെല്ലാത്തിനെയും ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചത്. അങ്ങനെ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, ഭാഗികമായെങ്കിലും പുറത്തു വരുമ്പോൾ, അത് നൽകുന്ന വിവരങ്ങൾ വളരെ 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 അപകടകരമാണ്. മനുഷ്യാവകാശങ്ങളില്ല, സ്ത്രീ എന്ന നിലയ്ക്കുള്ള അവകാശങ്ങളില്ല. അവിടെ ഹേമ കമ്മീഷനിൽ കാണുന്ന ഒരു കാര്യം, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരോടും ഈ നടന്മാരും പ്രമുഖന്മാരും ഒക്കെ വലിയ തോതിൽ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അവരെ വല്ലാതെ പീഡിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ. എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യവുമില്ല, തുല്യ വേതനമില്ല, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ നിരവധി നിരവധി പരാതികൾ അവരുടെ കമ്മിറ്റിയുടെ മുമ്പിൽ വന്നു. ആ പരാതികൾ കമ്മിറ്റി ക്രോഡീകരിച്ചു. അവർ വിട്ട റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളും ചന്ദ്രനും ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത്. നാം കാണുന്ന നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ പിന്നിൽ വലിയ കറയുണ്ട് എന്ന് നമുക്കത് മനസ്സിലാവും. ഇത് പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പരിഹരിക്കപ്പെടാൻ എന്ത് ചെയ്യണം എന്ന കുറെ നിർദ്ദേശങ്ങളും ഈ സമിതി കൊടുത്തിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് വലിയ കാര്യമായ പ്രതികരണം വന്നിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകരുടെ നിന്നും ഈ സിനിമയെ സ്നേഹിക്കുന്ന ഈ WCCയുടെ ഒക്കെ ഒരു ജനാധിപത്യ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളിൽ നിന്നുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന അമ്മ എന്ന് പറയുന്ന താരസംഘടനയാണ്. താരസംഘടന ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചതിന് ശേഷം പ്രതികരിക്കാറുണ്ട്. മാത്രമല്ല, കുറെ ദിവസങ്ങളായി സിനിമാ ഫീൽഡിൽ ഇത് സംബന്ധിച്ച് വലിയ തർക്കവിതർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന് തന്നെ നമുക്കറിയാം. 4.5 വർഷം മുമ്പാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്റെ മുകളിൽ അടയിരുന്നു, അനങ്ങിയില്ല, തൊട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത്, അപ്പോഴും അവര് തന്നെ വിട്ടതല്ല, വിവരാവകാശ പ്രവർത്തകർ വിവരാവകാശത്തിന് അപേക്ഷിച്ചപ്പോൾ കൊടുക്കില്ല എന്ന് പറയുകയും, പക്ഷേ വിവരാവകാശ കമ്മീഷനെ കണ്ടപ്പോൾ ഈ വിവരങ്ങൾ മുഴുവൻ കൊടുക്കണം എന്ന്, അതിൽ വ്യക്തിഗതമായ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് വീണ്ടും ഒരു കേസ് കൂടി വന്നു. അത് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി അത് അംഗീകരിച്ചു. അതിനെതിരെ വീണ്ടും കേസ് വന്നു. രഞ്ജിനി എന്ന് പറയുന്ന ഒരു നടി, അതും തള്ളി. ഇപ്പോൾ ഇന്നലെ നമ്മുടെ മുമ്പിൽ റിപ്പോർട്ട് വന്നിരിക്കും. ഇത് തുറന്നു കാട്ടുന്നത് കേരളം പോലൊരു സ്ഥലത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമോ എന്നതാണ്. കേട്ടുകേൾവിയൊക്കെ ഉണ്ടെങ്കിലും സത്യത്തിൽ നമ്മൾ അത് നേരിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പലതാണ്. ഇപ്പൊ പെൺകുട്ടികൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയാൽ സാധാരണ മനുഷ്യരെന്താ വിചാരിക്കുക? ആ പെൺകുട്ടികളെ പറ്റി അവര് ഇങ്ങനെ കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റിനും ഒക്കെ തയ്യാറായതുകൊണ്ടാണ് എന്നാണ്. മാത്രമല്ല, സിനിമയിൽ എല്ലാ പുരുഷന്മാരും മോശമല്ല എന്നും ഹേമ കമ്മിറ്റി കൃത്യമായി പറയുന്നു. വളരെ നല്ല ആളുകളുണ്ട്, സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നവരുണ്ട്. ഒരിക്കലും തൊട്ടടുത്ത് അഭിനയിക്കുമ്പോൾ പോലും അവർക്ക് അസ്വസ്ഥത ഉണ്ടാകാത്ത രൂപത്തിൽ അഭിനയിക്കാൻ തയ്യാറാവുന്ന ആളുകളുണ്ട്. അതുപോലെ വളരെ മാന്യന്മാരായ ആളുകളുണ്ട്. നമുക്കറിയാം, ഒരു സമൂഹത്തിലും എല്ലാവരും പൊട്ട ആളുകളാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വലിയൊരു പങ്ക് അങ്ങനെയാണ് എന്നാണ്. ഇപ്പൊ ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരാത്തതുകൊണ്ട് 2 കാര്യങ്ങളുണ്ടാവും. ബാക്കിയൊക്കെ ഊഹാപോഹങ്ങളാണ്. മാത്രമല്ല, ഇതിലെ WCCയുടെ കൂടെ നിന്ന ഒരു പ്രധാന നടി അതിൽ നിന്ന് വിട്ടുപോവുകയും അവർക്ക് ധാരാളമായി ചാൻസ് കിട്ടുകയൊക്കെ ചെയ്തു എന്ന പരാതിയൊക്കെ, ഊഹാപോഹങ്ങളൊക്കെ നടക്കുന്നു. അവർ WCCക്ക് ഈ താല്പര്യത്തിനെതിരായി അവിടെ പോയി മൊഴി കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. അറിയില്ല, അതാരാണെന്നറിയില്ല. ഏതോ ഒരാൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ആ മൊഴി ഞങ്ങൾ തരിമ്പും വിശ്വസിക്കുന്നില്ല എന്നും കമ്മീഷന്റെ കണ്ടെത്തലുണ്ട്. കാരണം ബാക്കി എല്ലാവരുടെ മൊഴിക്കും എതിരാ മൊഴി. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവുമില്ല, എല്ലാവരും നല്ല മനുഷ്യരാണ്, എല്ലാവരും ഹരിചന്ദ്രന്മാരും സത്യന്മാരും ശ്രീരാമന്മാരുമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, പച്ചയായി മലയാള സിനിമയുടെ പിന്നണി നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ് കേരളത്തിന് സൃഷ്ടിച്ചിട്ടുള്ളത്.